മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് കർണാടകയിലെ ധർമ്മസ്ഥലയിൽ ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 11-12 സ്പോട്ടുകളിലാണ് ഇന്ന് പരിശോധന നടന്നത്. ഇതിനിടെ ഇന്നലെ കണ്ടെത്തിയ അസ്ഥികൂടവുമായി ബന്ധപ്പെട്ട അന്വേഷണം ആര് നടത്തും എന്നതിൽ ഇപ്പോഴും ആശയക്കുഴപ്പം. മണ്ണുമാറ്റി പരിശോധനയുടെ 7ാം ദിനം ആരംഭിച്ചത് സ്പോട്ട് 11-ൽ നിന്ന്. ആദ്യം തൊഴിലാളികൾ കുഴിച്ചു പരിശോധന നടത്തി. പിന്നീട് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ആഴത്തിൽ പരിശോധിച്ചു. ഉച്ചയോടെ 11ാം സ്പോട്ട് മൂടി 12ാം സ്പോട്ടിലേക്ക്. കനത്ത മഴയ്ക്കിടയിലായിരുന്നു പരിശോധന. രണ്ടിടത്തു നിന്നും ഒന്നും ലഭിച്ചിട്ടില്ല. അതിനിടെ ഇന്നലെ കണ്ടെത്തിയത് തലയോട്ടിയുടെ ഭാഗവും എല്ലുകളുമാണെന്ന് വ്യക്തമായി. 50-നും 100-നും ഇടയിൽ എല്ലുകൾ ലഭിച്ചതായാണ് വിവരം. ഇത് ഒന്നിലധികം പേരുടേതാകാനാണ് സാധ്യത. അധികം പഴക്കമില്ലാത്ത അസ്ഥികൂടവും ലഭിച്ചിരുന്നു. ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയ കാലയളവിൽ മരിച്ചയാളുടെ അസ്ഥികൂടമല്ലാത്തതിനാൽ ഇത് ആരന്വേഷിക്കും എന്നതിൽ ആശയക്കുഴപ്പമുണ്ട്. സാക്ഷിയുടെ മൊഴി പ്രകാരമുള്ള ഒരൊറ്റ സ്പോട്ടിലെ പരിശോധന മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. സ്നാനഘട്ടത്തിന് വലതുവശത്തുള്ള 13ാം നമ്പർ സ്പോട്ട്. ഇവിടുത്തെ പരിശോധന കൂടി കഴിഞ്ഞാൽ ആദ്യഘട്ട പരിശോധന പൂർത്തിയാകും. ക്യാമറമാൻ രജീഷ് കരുവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ധർമ്മസ്ഥല.